തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അന്തരിച്ചു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കള്ള കേസ് പ്രതിയാണ്. അർബുദബാധിതനായി കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മുരാരി. ടോബി ജോൺസൺ ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ടോബി, ദീർഘനാളായി ചികിത്സയിലായിരുന്നോ? ഇപ്പോൾ കേസ് നടപടികൾ അധികനാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും അധികനാളായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ദീർഘനാളായി ചികിത്സയിലായിരുന്നോ? എന്താണ് സംഭവിച്ചത് ടോബി? കുറച്ച് നാളുകളായി അർബുദ രോഗബാധിതനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ അസുഖം സ്വീകരിച്ചതിന് ശേഷമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. അതിനു മുമ്പ് തന്നെ അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നും അറിയില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചികിത്സയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ വെച്ചാണ് അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. പ്രതി ചേർക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും അവസാന നാളുകളിൽ വലിയ വിവാദങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ ആ കേസിൽ പെട്ട് അദ്ദേഹം കുറെ നാളുകളായി കോടതി നടപടികളുമൊക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്കും പോയത്. എന്തായാലും ഇന്നലെ പുലർച്ചെ ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വൻ, പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായത്. പരിശീലനം പൂർത്തിയാക്കാതെ കയറുമായിരുന്നു. 97-ൽ ദേവസ്വം ബോർഡ് ജീവനക്കാരനായി. ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലിരുന്ന ആളുടെ സഹായിയായിട്ട് തുടക്കം. പിന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലാർക്ക് ആയി. സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ ജോലിയെടുത്തു. 3 ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്ന അതൊക്കെ നേരത്തെ വാർത്തകൾ നിറഞ്ഞു. പിന്നീടാണ് ഈ 2019-ലെ ശബരിമല കട്ടളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞ പാളിയുമായി ബന്ധപ്പെട്ട വിവാദവും വിഷയവും ഉണ്ടാകുന്നതിന് ശേഷം അറസ്റ്റിലായി ജയിലിലായിരുന്നു. സ്വാഭാവിക കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണ് മുരാരി ബാബു അടക്കമുള്ളവർ ജാമ്യത്തിൽ പോയത്. ആദ്യം ജാമ്യം കിട്ടിയവരിൽ ഒരാളാണ് മുരാരി ബാബു എന്നുകൂടി പറയാം. അപ്പോൾ അന്തരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അദ്ദേഹം ദീർഘനാളായ അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നു. അപ്പോൾ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുരാരി ബാബു അതിനുശേഷം ED അന്വേഷണത്തിൻ്റെ ഭാഗമായി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയിരുന്നില്ല എന്നാണ്. വിളിച്ചു വരുത്തിയിരുന്നു, അതിൻ്റെ ഓർമ്മക്കുറവ് ഒന്ന് അന്വേഷിക്കണമെന്ന്. എന്നാൽ ED അന്വേഷണ പരിധിയിൽ മുരാരി ബാബു അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അന്വേഷണത്തിൻ്റെ വഴിയിൽ നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SIT കുറച്ചുകൂടി അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്ന പശ്ചാത്തലം സാഹചര്യമൊക്കെ ഉണ്ട്. മറ്റേ ആ ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടിയ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതിനിടയിലാണ് അതിലെ ഒരു പ്രധാന പ്രതിയായിരുന്ന മുരാരി ബാബു അന്തരിക്കുന്നത്. നേരത്തെ ടോബി പറഞ്ഞ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അർബുദബാധിതനായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ജയിൽവാസ സമയത്തൊക്കെ രോഗബാധിതനായിരുന്നോ എന്ന കാര്യം നമുക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ഇറങ്ങിയപ്പോൾ ചികിത്സയിലായിരുന്നു മുരാരി ബാബു അന്തരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി മുരാരി ബാബു അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.